സിനിമ ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ചർച്ച ആരംഭിച്ചത്. ഇതിന്റെ ടൈറ്റിൽ ഇടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈ സിനിമയുടെ നിർമ്മാതാവ് എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള ശ്രീ ജോൺസൺ മഞ്ഞളി അവர்கள் ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് നമുക്ക് ആരെ വെച്ച് ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമാ താരങ്ങളാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അങ്ങനെ കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനടക്കം ജോൺസേനും ഞങ്ങളൊരു പാർട്ണറുമായിട്ടുള്ള ശ്രീ സെബിച്ചേർന്ന് എല്ലാവരും കൂടി ഈ കഥ കേൾക്കാനായിട്ട് തയ്യാറായി. കഥ കേട്ടു. സിനിമയ്ക്കുള്ളിലെ നിരവധി സിനിമകൾ വന്നുപോയി. നിരവധി സിനിമകൾ നമുക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും വളരെ ഉന്നതത്തിലെത്തിയ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ സംസാരിച്ചു തുടങ്ങിയ മുതൽ ഒരു ചിരിയുടെ അംശം ഞങ്ങളുടെ നിർമ്മാതാക്കളിൽ നിന്നും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ പോസിറ്റീവ് നൽകിയൊരു കാര്യമാണ്. ഒരു സിനിമ തുടങ്ങുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നെക്കാളും ഒരുപാട് വർഷക്കാലം സിനിമയുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിരവധി സിനിമകൾ തെളിയിച്ച് എടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്ത നിരവധി അതുല്യ പ്രതിഭകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സംവിധായക വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് സിനിമ താരങ്ങൾ എന്ന് പറഞ്ഞ് ഈ സിനിമ താരങ്ങൾക്കുള്ള ഒരു പുത്തായി ചില പരിഹാസ ശരങ്ങളായി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുമായിക്കോട്ടെ, എന്തായാലും ജോൺസൺ എന്ന സുഹൃത്തുക്കൾ ചെയ്യുന്ന ജോൺസൺ 35 വർഷമായി മലയാള സിനിമയിലൂടെ ആ കാലം മുതൽ എനിക്കറിയാം. പ്രൊഡക്ഷൻ മാനേജറായിരിക്കുന്ന താരമായി ഒക്കെ വന്ന ആളാണ്. സ്നേഹമതിയായിട്ട് നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ആശംസകൾ അർപ്പിക്കാനും ആ പൂജാചരണങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നന്മയുടെ എൻ്റെ അടുത്ത സുഹൃത്ത് കലാപമണി ഉണ്ടെങ്കിൽ ഇന്ന് എഴുതിയിരിക്കേണ്ടതായിരുന്നു. മണിയില്ല. പക്ഷേ മണിയെ സ്റ്റേജുമായിട്ട് സങ്കല്പിക്കുന്നു. ഇപ്പോൾ സുരേഷ് മഞ്ഞാനി എന്നുള്ള കലാകാരനുണ്ട്. മണിയുടെ ഒരു പാട്ട് സുരേഷോട് പാടുന്നതായിരിക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൻ എത്ര സ്തുതിച്ചാലും മണി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.